മസാല ബോൺ കേസിൽ ഇ ഡി നടപടിക്കെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിയമവിരുദ്ധമായി സമൻസ് അയച്ച് ഇ ഡി വേട്ടയാടുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. കിബി സിഇഒ കെ.എം. എബ്രഹാം സമർപ്പിച്ച ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ശ്രീകാന്ത്, നമ്മുടെ തോമസ് ഐസക്കിന് ഇ ഡിയെ പേടിയാണോ എന്ന്. എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ, അവരുടെ കാര്യം വരുമ്പോൾ അവർ വാലും ചുരുട്ടി ഓടുന്നുണ്ട് പേടിച്ച്. എന്നിട്ടും വല്ലവൻ്റെയും കാര്യമാകുമ്പോൾ എളുപ്പത്തിൽ അങ്ങ് പറയാമല്ലോ. ഡോക്ടർ തോമസ് ഐസക്കിന് വന്നാൽ അവർക്കെന്തോന്ന് പറയൂ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ കേസ് ഹൈക്കോടതിയിൽ വന്ന സമയത്ത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളൊക്കെ എന്തിനാണ് ഈ ഇ ഡി ഇങ്ങനെ പേടിക്കുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിനത് ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷേ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു അന്വേഷണം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. രാവിലെ 10 മണിക്ക് ആ ഓഫീസിലേക്ക് എത്തിയാൽ ചിലപ്പോൾ അവരെ ഇറക്കി വിടുന്നത് രാത്രി 11 മണിക്കും 11:30ക്കും ഒക്കെയാണ്. അതൊരു വല്ലാത്ത ഇരിപ്പാണ് അവിടെ എന്നുള്ളത് ഒരു സംശയമില്ല. അവിടെ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന നമുക്കും ആ ഒരു കാര്യം നന്നായി മനസ്സിലാവുകയും ചെയ്യും. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ കിഫ്ബി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും അതോടൊപ്പം കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാമും സമർപ്പിച്ച ഹർജി അത് ഇന്ന് ഹൈക്കോടതി പരിഗണനയ്ക്കെടുക്കും. അതും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് മുൻപാകെയാണ് ആ ഹർജി എത്താൻ പോകുന്നത്. അതിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം, ഇതിനോടകം തന്നെ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു നേരത്തെ ഈ സമൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട്. അതിന് നേരെ ഘടകവിരുദ്ധമാണ് തുടർച്ചയായി വീണ്ടും ഇങ്ങനെ സമൻസ് നൽകി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമായാണ് ഈ സമൻസ് ഇങ്ങനെ നൽകുന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ടി.എം. തോമസ് ഐസക് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതി പറയുകയാണെങ്കിൽ ഞാൻ ഇ ഡിക്ക് മുൻപാകെ ഹാജരാകും, അല്ലാതെ ഞാൻ ഹാജരാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ കേസെടുത്തപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇത് വെറും സമൻസ് അല്ലേ, നിങ്ങൾ ഒന്നുകിൽ ഹാജരാകും എന്ന് മറുപടി നൽകുക, അല്ലെങ്കിൽ ആകില്ലെന്ന് നൽകുക. അത് തോമസ് ഐസക്കിനോടും അതോടൊപ്പം തന്നെ കിഫ്ബി സിഇഒയോടും ഒക്കെ തന്നെ പറഞ്ഞ അതാണ്. രേഖകൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ അത് കഴിയും എന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. സമൻസിന് മറുപടി നൽകാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇ ഡിയെ പേടിക്കുന്നത്? സ്വാഭാവികമായും നിങ്ങൾ അതിനോട് സഹകരിക്കുകയല്ലേ വേണ്ടത്. അന്വേഷണത്തെ ഒരു തരത്തിലും തടസ്സപ്പെടുത്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച വീണ്ടും ഇ ഡിക്ക് മുൻപാകെ ഹാജരാകാൻ ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് ഒരു നോട്ടീസ് കൂടി വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് കോടതി എന്ത് തീരുമാനമെടുക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഒരു പക്ഷേ അനുകൂലമല്ല തീരുമാനമെങ്കിൽ ചൊവ്വാഴ്ച ഇ ഡിക്ക് മുൻപാകെ ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഹാജരാകേണ്ടി വരും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇ ഡിയൊന്നും ഭയമുള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല.